ലോകം മുഴുവനും വാലന്റൈൻസ് ഡേ ആയി ആചരിക്കുന്നതായ ഒരു അനാചാരം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുകയാണ് എങ്കിൽ ഒരു അനാചാരം നമ്മളുടെ ചെറുപ്പക്കാർക്കിടയിൽ നടന്നു വരുന്നതായ ഒരു ദിവസമാണ് ഇന്ന് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. വിവാഹത്തിന് മുമ്പുള്ളതായ ആൺ പെൺ കൂടിക്കലരലുകളും അതുപോലെ തന്നെയുള്ളതായ അവരുടെ എന്തൊക്കെ ഇടപാടുകൾ അവർ തമ്മിൽ നടക്കുവാൻ സാധ്യതയുണ്ടോ ആ തരത്തിലുള്ളതായ മുഴുവൻ ഇടപാടുകളും അനിസ്ലാമികമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായ കാര്യമില്ലല്ലോ. അവർക്കുള്ളതായ സമ്മാനങ്ങൾ കൈമാറുക, അവരുമായി കറങ്ങാൻ പോവുക, അങ്ങനെയുള്ളതായ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ തീർത്തും ഹറാമാണ്, അനിസ്ലാമികമായ കാര്യങ്ങൾ തന്നെയാണ്. ട്രെൻഡിനൊപ്പം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ വരുന്നതായ അപാകതകൾ നമ്മളുടെ തുടർന്നു വരുന്നതായ കുടുംബ ജീവിതത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ളതായ മുഴുവൻ അനാചാരങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല സുന്ദരമായ ഭാവി ജീവിതം, വിവാഹ ജീവിതമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിവാഹത്തിന് ശേഷമുള്ളതായ പ്രണയങ്ങളും വിവാഹത്തിന് ശേഷമുള്ളതായ സുന്ദരമായ നിമിഷങ്ങളും ദീനുൽ ഇസ്ലാം വളരെയധികം പവിത്രതയും പ്രതിഫലവും നൽകുന്നതായ കാര്യമാണ്. എന്നതുപോലെ തന്നെ നിക്കാഹിന് മുമ്പുള്ളതായ എല്ലാ ഇടപാടുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയധികം കർശനമായി നിരോധിച്ചിരിക്കുന്നതായ കാര്യമാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുപ്പക്കാർക്ക് അനുയോജ്യരായ സ്വാലിഹത്തുകളായ ഇണകളെ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല നന്മകളും